സോ ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ്. സോ ലാസ്റ്റ് 2 സെക്ഷൻസിൽ നമ്മൾ പറഞ്ഞത് ഒന്ന് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും അതുപോലെ തന്നെ സെക്കൻഡ് വൺ പോസോൺ ഡിസ്ട്രിബ്യൂഷനും ആയിരുന്നു. സോ തേർഡ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇറ്റ്സ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. സോ ബാക്കി 2 ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ ഡിഫർ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ബൈനോമിയൽ ആയാലും പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആയാലും നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് സീരീസുകളിലാണ്. ഓക്കെ, അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിലാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, ബൈനോമിയൽ അല്ലെങ്കിൽ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. ബട്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് വേരിയബിൾസിലാണ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് സീരീസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിൽ നമ്മൾ എപ്പോഴും പറയുന്നത് കൗണ്ടിങ് ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് വാല്യൂസ് ആർ ഒബ്റ്റൈൻഡ് ബൈ കൗണ്ടിങ് ആണ് ഏതിൽ, ഡിസ്ക്രീറ്റ് സീരീസിൽ അല്ലേ. കോയിൻസ് 10 തവണ നമ്മൾ ഫ്ലിപ്പ് ചെയ്തു, അല്ലെങ്കിൽ ഡൈസ് നമ്മൾ 20 തവണ ത്രോ ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ ഡിഫക്ട്സ് ഉണ്ടാവാനുള്ള സാധ്യത 10 ഡിഫക്ട്സ് ഉണ്ടാവാനുള്ള സാധ്യത എത്രയാണ്, 20 ഡിഫക്ട്സ് ഉണ്ടാവാനുള്ള സാധ്യത എത്രയാണ്. ദാറ്റ് മീൻസ് 1 2 3 എന്ന് പറയുന്ന കൗണ്ടിങ് ആണ്. വാല്യൂസ് നമുക്ക് ഏത് വഴിയാണ് കിട്ടുന്നത്, കൗണ്ടിങ് വഴിയാണ് കിട്ടുന്നത് ഡിസ്ക്രീറ്റ് സീരീസിൽ. കണ്ടിന്യൂസ് സീരീസിലോട്ട് വരുമ്പോൾ ദാറ്റ് ഈസ് വാല്യൂസ് ആർ ഒബ്റ്റൈൻഡ് ബൈ മെഷറിങ്. സേ ഫോർ എക്സാമ്പിൾ ഹൈറ്റ്. ഓക്കെ, സോ ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ മെഷർ ചെയ്യുകയാണ്, ഒരിക്കലും കൗണ്ട് ചെയ്യുകയല്ല. ഹൈറ്റ് 150 സെൻറ്റിമീറ്റേഴ്സ് ആണ് ആവറേജ് ദ ഹൈറ്റ് ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്. അതുപോലെ തന്നെ സൈസ് ഓഫ് എ പർട്ടിക്കുലർ റോ മെറ്റീരിയൽ പ്രൊഡ്യൂസ്ഡ് ബൈ എ മെഷീനറി, അതിൻ്റെ എത്ര സെൻറ്റിമീറ്റർ ആണ് അല്ലെങ്കിൽ എത്ര മില്ലിമീറ്റർ ആണ് അതിൻ്റെ സൈസ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ബ്ലഡ് മെഷർ. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഏതെങ്കിലും ടെസ്റ്റുകൾ അല്ലെങ്കിൽ മാർക്ക്, സ്റ്റുഡൻസിൻ്റെ മാർക്ക്, ഇതെല്ലാം ഏത് ചെയ്യുവാണ്, നമ്മൾ മെഷർ ചെയ്യുവാണ്. നോട്ട് വാല്യൂസ് ആർ ഒബ്റ്റൈൻഡ് ബൈ കൗണ്ടിങ്. കൗണ്ടിങ് അല്ല അവിടെ നടക്കുന്നത്. അവിടെ നടക്കുന്ന ഏതാണ്, മെഷറിംഗ് ആണ് എവിടെ നടക്കുന്നത്, കണ്ടിന്യൂസ് വേരിയബിൾസിൽ നടക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലെല്ലാം പഠിച്ചിട്ടുണ്ട് ഈ പറയുന്ന പോലെ കണ്ടിന്യൂസ് സീരീസിൽ സേ 10 to 20, 20 to 30, 30 to 40, 40 to 50 അങ്ങനെ പറയുന്ന കണ്ടിന്യൂസ് സീരീസുകളിലാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. സോ ബൈനോമിയലും പോസോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന നോർമൽ ഡിസ്ട്രിബ്യൂഷനിലെ പ്രോബ്ലംസ് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് മറ്റേത് ഒരു സിംഗിൾ വാല്യൂ ആയിരിക്കും, ഇവിടെ എന്ന് പറയുന്നത് ബിറ്റ്വീൻ 2 വാല്യൂസ് ആയിരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്രോബബിലിറ്റി എന്താണ് എന്നുള്ളത്. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്ലാസ്സിലെ ഹൈറ്റ് നമ്മൾ മെഷർ ചെയ്തപ്പോൾ ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് 160 ആണ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, സോ മൈ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് the height of a particular student between 140 and 160. ഓക്കെ, 140ക്കും 160ക്കും ഇടയ്ക്ക് കിട്ടാനുള്ള സാധ്യത എന്താണ്, അല്ലെങ്കിൽ 160 and 180 അതിൻ്റെ ഇടയ്ക്ക് ഒരു കുട്ടിയുടെ ഹൈറ്റ് വരാനുള്ള പ്രോബബിലിറ്റി എന്താണ്. അങ്ങനെ 2 വാല്യൂസ് ഇൻ ബിറ്റ്വീൻ നമ്മൾ മെഷർ ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ എപ്പോഴും ഡേറ്റാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിൻ്റെ മീനിലായിരിക്കും. സേ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഒരു പർട്ടിക്കുലർ ഒരു റോ മെറ്റീരിയൽ നമ്മളൊരു മെഷീനറി വഴി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, സോ അതിൻ്റെ കറക്റ്റ് സൈസ് എന്ന് പറയുന്നത് നമുക്കൊരു 150 സെൻറ്റിമീറ്റർ ആ ഒരു പ്രോഡക്റ്റിൻ്റെ സൈസ് നമുക്ക് കിട്ടണം. സോ ആ ഒരു മെഷീൻ ഒരു 1,00,000 യൂണിറ്റ്സ് റോ മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 99% എത്ര തന്നെ ആയിരിക്കും, ഈ പറയുന്ന പോലെ 150 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. എറൗണ്ട് ഒരു 105% ഒരു എറർ ഉണ്ടാവാം. അത് മാത്രമേ ഏതിലോട്ട് മാറത്തുള്ളൂ, അതർ ദാൻ 150 സെൻറ്റിമീറ്റേഴ്സിലോട്ട് മാറത്തുള്ളൂ. ഓക്കെ, സോ ആവറേജ് 150 തന്നെ ആയിരിക്കും. ഓൾമോസ്റ്റ് 10% എന്തെന്ന് പറയുന്നത് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് വളരെ മൈനർ ആയിട്ടുള്ള എറേഴ്സ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, വരത്തുള്ളൂ. സോ യൂഷ്വലി ഡേറ്റാസ് എന്ന് പറയുന്നത് ഏതിനോട് റിലേഷൻ തന്നെ ആയിരിക്കും, അതിൻ്റെ മീനിനോട് തന്നെ ആയിരിക്കും റിലേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മീൻ ആവറേജ് എത്രയാണോ അത് തന്നെയായിരിക്കും ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്ട്സും എന്ത് ചെയ്യുന്നത്, റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എല്ലാ യൂണിറ്റ്സും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബെൽ ഷേപ്ഡ് കർവ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഈ ഒരു പർട്ടിക്കുലർ ഈ മിഡിൽ പോർഷൻ നമുക്ക് അതിൻ്റെ മീൻ അല്ലെങ്കിൽ ആവറേജ് എന്ന് നമ്മൾ അസ്യൂം ചെയ്താൽ ആ ആവറേജ് തന്നെയായിരിക്കും കൂടുതൽ പ്രോഡക്ട്സും. ഓക്കെ, വളരെ കുറച്ച് പ്രോഡക്ട്സ് മാത്രമേ ആവറേജിനേക്കാളും ലെസ് ദാനും അതുപോലെ തന്നെ ആവറേജിനേക്കാളും
ആണെങ്കിലും എന്തോ ആവത്തുള്ളൂ, മോർ ദാനും ആവത്തുള്ളൂ. ഇതിനെയാണ് നമ്മളൊരു ബെൽ ഷേപ്ഡ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബെൽ ഷേപ്ഡ് ആയിരിക്കും, ദാറ്റ് ഈസ് സിമെട്രിക് ആയിരിക്കും. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എന്താണ്? ഇതിനകത്തുള്ള യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഏതിനോടായിരിക്കും കോൺസെൻട്രേഷൻ കൂടുതൽ? അതിൻ്റെ മീനിനോടായിരിക്കും എന്തെന്ന് പറയുന്നത്? കോൺസെൻട്രേഷൻ കൂടുതൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൻ്റെ സെൻട്രൽ പോർഷൻ നമ്മളിങ്ങനെ ഒരു ലൈൻ ഡ്രോ ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ, സീറോയിലോട്ട് നമ്മളൊരു ലൈൻ, അതിനെ ഓർഡിനേറ്റ് എന്ന് പറയും, അതിൻ്റെ ഒരു ലൈൻ നമ്മൾ ഡ്രോ ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ ആ മിഡിൽ പോർഷനിൽ നിന്ന് ലെഫ്റ്റിലോട്ട് 0.5%, 0.5 റൈറ്റിലോട്ട് 0.5 ആയിരിക്കും. ദാറ്റ് മീൻസ് ടോട്ടൽ ഏരിയ അണ്ടർ എ നോർമൽ കർവ് ഈസ് 1 എന്നുള്ളതാണ്. ഓക്കെ, സോ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു കർവ് എടുത്താൽ അതിൻ്റെ കീഴിലുള്ള ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, സോ അതിൻ്റെ മിഡിൽ പോർഷനിൽ നിന്ന് ലെഫ്റ്റിലോട്ട് 0.5 അതുപോലെ തന്നെ റൈറ്റിലോട്ട് 0.5 ആയിരിക്കും. അങ്ങനെ ഇതിൻ്റെ ടോട്ടൽ മെഷർമെൻറ്റ് വാല്യൂ എടുത്താൽ അതിനെ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും എന്ന് പറയാം. ഓക്കെ, അതിൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ദ ഏരിയ അണ്ടർ ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ആ ഏരിയയെ ശ്രദ്ധിച്ച് കേൾക്കുക. ആ ഏരിയയെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ നമ്മൾ പറയുന്നത് ടേബിൾ വാല്യൂ എന്നാണ്. എന്ത് നമ്മൾ പറയും? ടേബിൾ വാല്യൂസ് എന്ന് പറയും. ക്ലിയർ ആണോ? സോ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കീഴിലുള്ള ആ ഒരു വാല്യൂസിനെ, ആ ഏരിയയെ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ പറയുന്ന പേരാണ് ടേബിൾ വാല്യൂ എന്ന് പറയും. ക്ലിയർ ആണോ? സോ റൈറ്റിലോട്ട് 0.5 ടേബിൾ വാല്യൂ കാണും, അതുപോലെ തന്നെ ലെഫ്റ്റിലോട്ടും എന്ത് കാണും? 0.5 ടേബിൾ വാല്യൂസ് കാണും. ക്ലിയർ ആണോ? ഓക്കെ, സോ നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും, സേ ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന പോലെ മാർക്സ്, ഒരു കുട്ടിയുടെ മാർക്സ് 50ക്കും 60ക്കും ഇൻ ബിറ്റ്വീൻ 50 ആൻഡ് 60 ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ, നമുക്ക് നേരത്തെ അറിയാം ബൈനോമിയലും പോസോണും ഒക്കെ കണ്ടുപിടിച്ചതുപോലെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ ക്വസ്റ്റ്യനിൽ ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിളിൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് എന്ന് പറയുന്ന പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് മാർക്സ് ഇൻ ബിറ്റ്വീൻ 40 ആൻഡ് 60 എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ, നമ്മൾ ബൈനോമിയലും പോസോണിനും എല്ലാം ആ എക്സിൻ്റെ വാല്യൂസ് ആണ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്, അല്ലയോ? സോ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ വരുമ്പോൾ അതിലൊരു ചേഞ്ച് ഉണ്ട്. നമുക്ക് എക്സ് വാല്യൂവിൽ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ആ എക്സ് വാല്യൂവിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം? ഇസഡ് വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, സോ എക്സ് വാല്യൂസിൽ ഒരിക്കലും നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ല. എക്സ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും? ഇസഡ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, സോ ഇസഡ് വാല്യൂസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ എന്ത് വാല്യൂ, എക്സ് ആക്സിസിൽ നമ്മളിവിടെ നോട്ട് ചെയ്ത പോലെ എന്ത് വാല്യൂസ് വേണമെങ്കിലും ആകാം. ഓക്കെ, സോ ഇവിടെ എൻ്റെ ക്വസ്റ്റ്യനിൽ ബിറ്റ്വീൻ 40 ആൻഡ് 60 എന്ന് പറഞ്ഞാൽ 40ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇസഡ് വാല്യൂ, 60ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇസഡ് വാല്യൂ. അങ്ങനെ നമ്മൾ ഇസഡ് വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് ആ ഇസഡ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് കണ്ടുപിടിക്കുക? ടേബിൾ വാല്യൂ കണ്ടുപിടിക്കുക. ക്ലിയർ ആണോ? ഓക്കെ, സോ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ് വാല്യൂസിൽ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ല. എക്സ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് വാല്യൂ കണ്ടുപിടിക്കുക? ഇസഡ് വാല്യൂ കണ്ടുപിടിക്കുക. ഇസഡ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് വാല്യൂ കണ്ടുപിടിക്കുക? ടേബിൾ വാല്യൂ കണ്ടുപിടിക്കുക. ആ ടേബിൾ വാല്യൂ ആയിരിക്കും നമുക്ക് എന്തെന്ന് പറയുന്നത്? നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഫിഗർ എന്ന് പറയുന്നത്. ക്ലിയർ? സോ നമ്മുടെ സ്റ്റെപ്പ് എപ്പോഴും ഓർത്തിരിക്കുക. എക്സ് വാല്യൂസ് ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. എക്സ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇസഡ് വാല്യൂ കണ്ടുപിടിക്കുക. ഇസഡ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് കണ്ടുപിടിക്കുക? ടേബിൾ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ യൂഷ്വലി ഒരു ബെൽ ഷേപ്ഡ് കർവ് ആയിരിക്കും. ആ ബെൽ ഷേപ്ഡ് കർവിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എപ്പോഴും കോൺസെൻട്രേഷൻ കൂടുതൽ ഏതിനോടായിരിക്കും? ആവറേജിനോടായിരിക്കും. സോ ആവറേജിൽ നിന്ന് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ എക്സ് ആക്സിസിലോട്ട് വരച്ചാൽ അതിനെ ഓർഡിനേറ്റ് എന്ന് പറയും. ആ ഓർഡിനേറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് 0.5 റൈറ്റ് സൈഡിലോട്ട് 0.5 ആണ്. ദാറ്റ് മീൻസ് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവിൻ്റെ ഒരു ടേബിൾ ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ടോട്ടൽ ഏരിയ 1 ആയിരിക്കും. ക്ലിയർ? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് അവേ നമുക്കൊരു പ്രോബ്ലത്തിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ പാരാമീറ്റേഴ്സ് എൻ ആയിരിക്കണം, പി ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ചെയ്യാൻ പോസോൺ ആണെങ്കിൽ എം വാല്യൂ നമുക്കറിയണം. അതുപോലെ നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഏതാണ്? മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ വേരിയബിൾ എക്സ് ഫോളോസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 45 ആൻഡ് സ്റ്റാൻഡേർഡ്
സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10. മീനും സ്റ്റാൻഡേർഡ് മ്യൂ എന്ന് ഇതിനെ മ്യൂ എന്ന് നമ്മൾ വായിക്കും. മ്യൂ മീൻസ് മീൻ എന്നാണ് മീനിങ്. മീൻ ഈസ് ഈക്വൽ ടു 45 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു 10. മ്യൂ 45 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 60. ഒരു വേരിയബിൾ എക്സ്, ആ എക്സ് 60ൽ കൂടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ദെൻ എക്സിൻ്റെ വാല്യൂ ഇൻ ബിറ്റ്വീൻ 40 ആൻഡ് 56 ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ദാറ്റ് മീൻസ് എക്സ് ലെസ് ദാൻ 40 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 56 ആകാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തിരിക്കുന്നു എക്സ് ഗ്രേറ്റർ ദാൻ 60 കണ്ടുപിടിക്കാനുള്ള പ്രോബബിലിറ്റി. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് എക്സ് വാല്യൂവിൽ ഒരിക്കലും നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. എക്സ് വാല്യൂവിനെ നമുക്ക് ഏതിലോട്ട് കൺവേർട്ട് ചെയ്യണം? ഇസഡ് വാല്യൂവിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ എക്സ് ഇസ് ഈക്വൽ ടു 60 എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 60 ആണെന്ന് വിചാരിക്കുക. സോ എക്സ് 60 എന്ന് പറഞ്ഞാൽ ഇസഡിൽ എത്രയാണെന്നുള്ളത് നോക്കുക. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ളതാണ്. ഓക്കെ, സോ എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം ഇവിടെ 60 ആണ്. 60 മൈനസ് മ്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് 45 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ എത്ര കിട്ടി? നമുക്ക് 1.5 എന്നുള്ളത് കിട്ടി. ദാറ്റ് മീൻസ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ 60 ആവാനുള്ള പ്രോബബിലിറ്റി ആണ്. അതിനെ നമ്മൾ ഇസഡിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് 1.5 എന്ന് കിട്ടി. ദാറ്റ് മീൻസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 60 ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഇസഡ് ഗ്രേറ്റർ ദാൻ 1.5. ഓക്കെ, എക്സ് ഗ്രേറ്റർ ദാൻ 60 കണ്ടുപിടിക്കുന്നതിൻ്റെ സെയിം വാല്യൂ തന്നെയാണ് നമുക്ക് എവിടെയും കിട്ടുന്നത്. പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഔട്ട് ഇസഡ് ഗ്രേറ്റർ ദാൻ 1.5 എന്നുള്ളത് കിട്ടുന്നു. ഓക്കെ, സോ ഈ പോയിന്റ് വരെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ചെയ്യേണ്ടത് ഒരു ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ്. ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക, ഒരു ബെൽ ഷേപ്ഡ് കർവ് വരയ്ക്കുക, അതിൻ്റെ നടുക്ക് ഓർഡിനേറ്റ് വരയ്ക്കുക 0. ദാറ്റ് ഈസ് എ മിഡിൽ പോർഷൻ. ലെഫ്റ്റ് സൈഡിലോട്ട് 0.5 ആയിരിക്കും ടോട്ടൽ വാല്യൂ. റൈറ്റ് സൈഡിലോട്ട് എന്തായിരിക്കും? 0.5 ആയിരിക്കും. ഈ പറയുന്ന ഏരിയ അണ്ടർ എ നോർമൽ കർവ് എന്ന് പറയുന്നത് ഈ എക്സ് ആക്സിസിലായിരിക്കും നമ്മൾ ഇസഡ് വാല്യൂസ് എന്ത് ചെയ്യുന്നത്? മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് കിട്ടിയ ഇസഡ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1.5 ആണ്. ദാറ്റ് മീൻസ് പോസിറ്റീവ് 1.5 ആണ്. ദാറ്റ് മീൻസ് 0യിൽ നിന്ന് റൈറ്റിലോട്ടായിരിക്കും പോകുന്നത്. ലെഫ്റ്റിലോട്ടെന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. 0യിൽ നിന്ന് റൈറ്റിലോട്ട് പോയാൽ എന്താണ്? പോസിറ്റീവ് ആണ്. ഓക്കെ, സോ പോസിറ്റീവ് ഇവിടെയാണെന്ന് വിചാരിക്കുക. അത് വരയ്ക്കുമ്പോൾ നമുക്ക് കൃത്യം 1.5 സ്കെയിലൊന്നും അളന്ന് വരയ്ക്കണമെന്നില്ല. ഇവിടെ എവിടെയോ ആണ്. അത് ഇപ്പുറത്തായാലും കുഴപ്പമില്ല, ഇപ്പുറത്തായാലും കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ല. റൈറ്റിലോട്ടാണ് 1.5 എന്നുള്ളത് മനസ്സിലാക്കുക. അവിടെ ഒരു മാർക്ക് കൊടുക്കുക 1.5 എന്നുള്ളത്. ഓക്കെ, സോ അവിടെ നിന്നൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇത് വരയ്ക്കുന്നത് നമുക്ക് ആ ഡയഗ്രാം മനസ്സിലാക്കാനുള്ള ഒരു പോയിൻ്റാണ് നമ്മൾ ഈ വരയ്ക്കുന്നത്. ഓക്കെ, ഇനി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഇസഡ് ഗ്രേറ്റർ ദാൻ 1.5 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് 1.5. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇസഡിൻ്റെ വാല്യൂ 1.5ൽ കൂടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ദാറ്റ് മീൻസ് എനിക്കിവിടെ കളർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഈ കർസർ നോക്കുക, ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് മീൻസ് 1.5ൽ കൂടാനുള്ള പ്രോബബിലിറ്റി. ക്ലിയർ ആണോ? ഓക്കെ, സോ അത് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഇത്രയും 0 മുതൽ ഇങ്ങറ്റം വരെയുള്ള ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 0.5 ആയിരിക്കും. ഓക്കെ, സോ അതിൽ നിന്ന് 1.5 വരെയുള്ള വാല്യൂ എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. സോ ഇതിൽ കൂടുതലുള്ള ഏരിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ഒരു ഏരിയ എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് ടേബിളുണ്ട്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ടേബിളുണ്ട്. ആ ടേബിൾ നോക്കി വേണം നമ്മൾ എന്ത് ചെയ്യാൻ? അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എന്നുള്ളതാണ്. ഓക്കെ, സോ ടേബിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് അതൊന്ന് കാണാം. ദിസ് ഈസ് എ നോർമൽ കർവിൻ്റെ ഏരിയ ആണ് നമ്മൾ ഏരിയ അണ്ടർ സ്റ്റാൻഡേർഡ് നോർമൽ കർവ്. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുന്നത് ഒന്നും കൂടെ പോവാം. ഓക്കെ, 1.5 ഇസഡ് വാല്യൂ 1.5 ആണ് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ ഇസഡ് വാല്യൂസ് ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇസഡ് വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. സോ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്ന ഇസഡ് വാല്യൂ 1.5 ആണ്. സോ നോക്കുക 1, 1.1, 1.2, 3, 4, 5, 1.5. ഓക്കെ, ബാക്കി ഡെസിമൽ ഒന്നുമില്ല. 1.5 മീൻസ് 1.50 എന്നുള്ളതാണ് മീനിങ്. സോ 1.50 ഇസഡ് വാല്യൂ ആകുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് 0.4332 എന്നുള്ളതാണ്. 0.4332. 1.52 ആയിരുന്നെങ്കിൽ അതിൻ്റെ ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് 0.4357 ആയിരുന്നേനെ. സോ ഇവിടെ 1.50 ആയതുകൊണ്ട് അതിൻ്റെ ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 0.4332. ഓക്കെ, സോ എഗെയിൻ നമ്മുടെ പ്രോബ്ലത്തിലോട്ട് വന്നാൽ
ഓക്കെ, സോ 0 മുതൽ 1.5 വരെ ഉള്ളത് 1.5 ഇസഡ് വാല്യൂ വരെ ഉള്ള ടേബിൾ വാല്യൂ 0.4332 എന്ന് കിട്ടി. 0 മുതൽ എൻഡ് വരെയുള്ള വാല്യൂ ടോട്ടൽ വാല്യൂ എത്രയാണെന്ന് നമുക്കറിയാം, 0.5 ആണെന്ന് നമുക്കറിയാം. സോ 0.5ൽ നിന്നും 0.4332 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രേറ്റർ ദാൻ 1.5 ഉള്ള ടേബിൾ വാല്യൂ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. സോ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 0.06668 കിട്ടി. ഓക്കെ, ദാറ്റ് മീൻസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സ് ഗ്രേറ്റർ ദാൻ 60 എന്ന് പറയുന്നത് ഏതിനോട് ഈക്വൽ ആണ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഇസഡ് ഗ്രേറ്റർ ദാൻ 1.5 ആണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേബിൾ വാല്യൂ നമുക്ക് പ്രോബബിലിറ്റി എത്രയാണെന്ന് നമുക്ക് കിട്ടി? 0.0668 എന്നുള്ളത് നമുക്ക് കിട്ടി. ഓക്കെ, മനസ്സിലായി എന്നുള്ളത് വിചാരിക്കുന്നു. ഓക്കെ, സോ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് കണ്ടുപിടിക്കുക? ഇസഡ് വാല്യൂ കണ്ടുപിടിക്കുക. അതിൻ്റെ ഫോർമുല എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ നമുക്ക് ഇസഡ് വാല്യൂ കിട്ടും. ആ ഇസഡ് വാല്യൂ കണ്ടുപിടിച്ചാൽ ഉടൻ ഡയഗ്രാം വരയ്ക്കുക. ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്കൊരു ഐഡിയ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡയഗ്രാം വരയ്ക്കുന്നത്. ഏത് ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഓക്കെ, സോ അത് കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മൾ ലെസ് ചെയ്യണോ പ്ലസ് ചെയ്യണോ എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം കിട്ടും. സോ ഈ ഫിഗറിൽ നമുക്ക് മനസ്സിലായി നമുക്ക് എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ഏരിയയിൽ നിന്ന് അപ് ടു 1.5 വരെയുള്ളത് കുറച്ചാൽ ഗ്രേറ്റർ ദാൻ 1.5 ഉള്ളത് നമുക്ക് കിട്ടും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ദെൻ ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സ് ലെസ് ദാൻ 40 ആൻഡ് ഗ്രേറ്റർ ദാൻ 56 എന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ് മീൻസ് എക്സ് ഗ്രേറ്റർ ദാൻ 40 ആൻഡ് ലെസ് ദാൻ 56 എന്നുള്ളതാണ്. ദാറ്റ് മീൻ ഇൻ ബിറ്റ്വീൻ 40നും 56നും ഇടയ്ക്ക് എക്സ് കിട്ടാനുള്ള സാധ്യത എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെയും നമുക്ക് എക്സ് വാല്യൂസിൽ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ല. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് വാല്യൂസ് നമുക്ക് വേണം? ഇസഡ് വാല്യൂസ് വേണം. സോ 40ന് പകരമായിട്ടുള്ള ഇസഡ് വാല്യൂവും വേണം, 56ന് പകരമായിട്ടുള്ള ഇസഡ് വാല്യൂവും വേണം. സോ ആദ്യം നമ്മൾ 40 എടുക്കുന്നു. ഇസഡ് വാല്യൂ എന്ന് പറയുന്ന സെയിം ഫോർമുല എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 40 മൈനസ് 45 ഡിവൈഡഡ് ബൈ 10. സോ മൈനസ് 0.5 എന്ന് നമുക്ക് അവിടെ കിട്ടും. ദെൻ 56 ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1.1 എന്നുള്ളത് കിട്ടും. ഓക്കെ, സോ എക്സ് ഗ്രേറ്റർ ദാൻ 40 ലെസ് ദാൻ 56 എന്നുള്ളത് നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം? ഇസഡ് ഗ്രേറ്റർ ദാൻ മൈനസ് 0.5 ലെസ് ദാൻ 1.1 എന്ന് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? റീസ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇസഡ് വാല്യൂസ് കണ്ടുപിടിച്ച് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഉടൻ നമ്മൾ എന്ത് വരയ്ക്കുന്നു? ഡയഗ്രാം വരയ്ക്കുന്നു. ആസ് യൂഷ്വൽ ഒരു ബെൽ ഷേപ്ഡ് കർവ്, അതിൻ്റെ മിഡിൽ പോർഷൻ നമ്മൾ 0യിലോട്ട് ടച്ച് ചെയ്യുന്നു. ഓക്കെ, സോ ആദ്യം നമുക്ക് ഏതാണ്? മൈനസ് 0.5 ആണ്. സോ മൈനസ് മീൻസ് 0യിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ്, എവിടെയെങ്കിലും ഒരു പോയിന്റ് വരയ്ക്കുക. ക്ലിയർ ആണോ? ഓക്കെ, ദെൻ റൈറ്റിലോട്ട് 1.1 ആണ്. സോ ഇതും വരയ്ക്കുക. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ എന്ന് പറയുന്നത് ജസ്റ്റ് നോക്കിയേ, ബിറ്റ്വീൻ മൈനസ് 0.5 ആൻഡ് 1.1 ആണ്. ദാറ്റ് മീൻസ് ഈ ഒരു ഏരിയ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണോ? കർസർ ഒന്ന് ശ്രദ്ധിക്കുക, എനിക്ക് മാർക്ക് ചെയ്യാൻ നിർവാഹമില്ല. സോ ഈ ഒരു ഏരിയ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. സോ അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 0 മുതൽ ഇതുവരെയുള്ളത് ആഡ് ചെയ്യുക, 0 മുതൽ 1.1 വരെയുള്ളത് കണ്ടുപിടിക്കുക. ഇത് രണ്ടിൻ്റെയും പ്രോബബിലിറ്റീസ് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി എന്നുള്ളതാണ്. ക്ലിയർ ആണോ? അതിനാണ് നമ്മൾ ഫിഗർ വരയ്ക്കുന്നത്. ഏത് ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കുക? ഈ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ ഏരിയ നമുക്ക് എങ്ങനെ കിട്ടും? ഈ പറയുന്ന പോലെ ഇത് 0 മുതൽ മൈനസ് 0.5 വരെയുള്ള ഏരിയ കണ്ടുപിടിക്കുക, 0 മുതൽ 1.1 വരെയുള്ള ടേബിൾ വാല്യൂ കണ്ടുപിടിക്കുക. ആ രണ്ട് ടേബിൾ വാല്യൂവും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ടേബിൾ വാല്യൂ ടോട്ടൽ ഏരിയ നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. ഓക്കെ, സോ മൈനസ് 0.5 ഒരു പ്രോബ്ലവും കൂടെ ഫിഗറിൽ ഞാൻ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, സോ സോ മൈനസ് 0.5 ആണ് നമുക്ക് വേണ്ടത്. സോ 0.5 നോക്കിയേ, 0.51 എന്നോ ഒന്നുമില്ല. 0.5 മീൻസ് 0.50 എന്നുള്ളതാണ്. സോ 0.1915 എന്നുള്ളത് നമുക്ക് കിട്ടും. സെക്കൻഡ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ട 1.1ൻ്റെ ആണ്. 1.1ൻ്റെ നമുക്ക് എത്രയെന്ന് കിട്ടും? നമുക്ക് 0.3643 എന്ന് കിട്ടും. സോ 0.1915 പ്ലസ് 0.3643 നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏത് കിട്ടും?
ടോട്ടൽ ഏരിയ നമുക്ക് കിട്ടും. 0.1915 പ്ലസ് 0.3643 നമുക്ക് ചെയ്യുമ്പോൾ 0.5558 എന്നുള്ളത് കിട്ടും. ദാറ്റ് മീൻസ് എക്സ് ഗ്രേറ്റർ ദാൻ 40 ലെസ് ദാൻ 56 ഈസ് ഈക്വൽ ടു ഇസഡ് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ -0.5 ലെസ് ദാൻ 1.1 ഈസ് ഈക്വൽ ടു 0.5558 എന്നുള്ളത് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, സോ അതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഫോർ എവറി എക്സ് വാല്യൂ ദർ ഈസ് എ കറസ്പോണ്ടിങ് ഇസഡ് വാല്യൂ ബൈ യൂസിങ് ദാറ്റ് ഇസഡ് വാല്യൂ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ ദ ഫോർമുല എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ആ ഇസഡ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഡയഗ്രാം വരയ്ക്കുക, ഏതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏരിയ എന്നുള്ളത് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇസഡ് വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ വാല്യൂസ് ചെയ്യുക. ആ ടേബിൾ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ കണ്ടുപിടിക്കേണ്ട ഏരിയ എന്താണ്, നമുക്ക് ലെസ് ചെയ്യണോ ആഡ് ചെയ്യണോ എന്നുള്ള കാര്യം നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യും, നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോയാൽ, ദ ഹൈറ്റ് ഓഫ് ദി സ്കൂൾ ചിൽഡ്രൻ ഓഫ് വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് വിത്ത് മീൻ ഈസ് ഈക്വൽ ടു 54, ദാറ്റ് മീൻസ് മ്യൂ 54 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് 12. ഓക്കെ, സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് എത്രയായിട്ട് കിട്ടി, 12 ആയിട്ട് കിട്ടി. സോ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട്സ് ദ പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ഹാവ് ഹൈറ്റ് ബിറ്റ്വീൻ 46 ആൻഡ് 56 എന്നുള്ളതാണ്. സോ എത്ര ശതമാനം കുട്ടികൾക്കാണ് 46നും 56നും ഇടയ്ക്ക് ഹൈറ്റ് ഉള്ളത്, 46 ഇഞ്ചിനും 56 ഇഞ്ചിനും ഇടയ്ക്ക് ഹൈറ്റ് ഉള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അതിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. പെർസെൻറ്റേജ് ചോദിച്ചാൽ ആ പ്രോബബിലിറ്റി എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി, 100 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഏതുകൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി, ആ നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. ഓക്കെ, സോ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഏത് തന്നെയാണ്, ടു ഫൈൻഡ് ഔട്ട് ദ പ്രോബബിലിറ്റി. ദെൻ പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ചോദിച്ചാൽ ഇൻറ്റു 100 ചെയ്യുക. നമ്പർ പറഞ്ഞിട്ടുണ്ട്, നമ്പറാണ് ചോദിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇൻറ്റു ഫ്രീക്വൻസി, ആ നമ്പർ കൊണ്ട് എന്ത് ചെയ്യുക, ഇൻറ്റു ചെയ്യുക. വാട്ട് എവർ. കമ്മിങ് ടു ക്വസ്റ്റ്യൻ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ഗ്രേറ്റർ ദാൻ 46 ആൻഡ് ലെസ് ദാൻ 56 എന്നുള്ളതാണ്. 46നും 56നും ഇടയ്ക്കാകാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്നുള്ളതാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ എക്സിൻ്റെ വാല്യൂ 46, എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വാല്യൂ കണ്ടുപിടിക്കുക, ഇസഡ് വാല്യൂ കണ്ടുപിടിക്കുക യൂസിങ് സെയിം ഫോർമുല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, -0.067 എന്ന് കിട്ടും. ദെൻ 56ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇസഡ് വാല്യൂ എത്രയെന്ന് കിട്ടും, 0.17 എന്നുള്ളത് നമുക്ക് കിട്ടും. ഉടനെ നമ്മൾ ഗ്രാഫിൽ മാർക്ക് ചെയ്യുക. മൈനസ് ആയതുകൊണ്ട് ലെഫ്റ്റിലോട്ടും പ്ലസ് ആയതുകൊണ്ട് റൈറ്റിലോട്ടും ആയിരിക്കും. ഇൻ ബിറ്റ്വീൻ ഉള്ള വാല്യൂസ് ആയതുകൊണ്ട് ഈ ഒരു ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ 0.67 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ വാല്യൂ കണ്ടുപിടിക്കുക, 0.17 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ വാല്യൂ കണ്ടുപിടിക്കുക, രണ്ടും എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഓക്കെ, ടേബിൾ വാല്യൂ കണ്ടുപിടിക്കുന്ന സമയത്ത് ഇവിടെ മൈനസ് ആണല്ലോ എന്ന് വിചാരിച്ച് മൈനസ് സിമ്പിളൊന്നും നമ്മൾ ഇടേണ്ട കാര്യമില്ല. ഓക്കെ, നമ്മൾ ടേബിൾ വാല്യൂ കണ്ടുപിടിക്കേണ്ടത് ഇത് പോസിറ്റീവ് ആണെന്നുള്ള അസംഷനിൽ തന്നെയാണ്. 0.67 അതിൻ്റെ ടേബിൾ വാല്യൂ തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഫിഗർ വരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്രയും ഏരിയ ആണ് നമുക്ക് കിട്ടേണ്ടത്. സോ രണ്ട് ഇസഡ് വാല്യൂസിൻ്റെ ടേബിൾ വാല്യൂസും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ പെർസെൻറ്റേജ് ആയതുകൊണ്ട് ആ ടോട്ടൽ പ്രോബബിലിറ്റി എത്ര കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്യുന്നു, 100 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ വ്യത്യാസം ഉള്ളൂ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് വന്നാൽ, ദ പെർ ഏക്കർ ഈൽഡ് ഓഫ് ക്രോപ്പ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ ഈസ് ഒബ്സർവ് ടു ഫോളോ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ അഗെയിൻ മ്യൂ 15 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 5. ഫൈൻഡ് ദി പ്രൊപ്പോർഷൻ ഓഫ് ദി ഏരിയ ഈൽഡിങ് അറ്റ്ലീസ്റ്റ് 25 കിൻഡൽസ്. ഓക്കെ, പ്രൊപ്പോർഷൻ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് ആ ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ അവസാനം ആ ഫ്രീക്വൻസി 782, ടോട്ടൽ 782 ഏക്കേഴ്സ് എന്ന് പറയുന്നുണ്ട്. സോ ആ പ്രോബബിലിറ്റി ഏതുകൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി, 782 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. പ്രോബബിലിറ്റി എന്നാണ് ചോദിച്ചിരുന്നെങ്കിൽ ആ പ്രോബബിലിറ്റി മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ പ്രപ്പോർഷൻ ഓഫ് ഏരിയ എന്ന് ചോദിച്ചതുകൊണ്ട് അവസാനം ഏതും കൂടെ ആയിട്ട് ഇൻറ്റു ചെയ്യുക, 782 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഓക്കെ, സോ അറ്റ്ലീസ്റ്റ് 25 കിൻഡൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അറ്റ്ലീസ്റ്റ് 25 കിൻഡൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈനോമിയലും പോസോണും ഒക്കെ പറഞ്ഞതാണ്. സോ ഇനി അത് എടുത്ത് പറയേണ്ട കാര്യമില്ല. എക്സ് അറ്റ്ലീസ്റ്റ് 25 എങ്കിലും കിട്ടണം. ദാറ്റ് മീൻസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 25 എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ഒരു ഈക്വൽ ടു കൂടെ ഉണ്ട്, അത് ഇവിടെ കാണിച്ചിട്ടില്ല. ഇവിടെ ഗ്രേറ്റർ ദാൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇവിടെ ഒരു ഈക്വൽ ടു കൂടെ ഉണ്ട്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 25 ആകാനുള്ള സാധ്യത എന്താണ് എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ്, എക്സ് നമുക്ക് അത് എക്സ് വാല്യൂസിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തു. ദെൻ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് വാല്യൂ കണ്ടുപിടിക്കുക, ഇസഡ് വാല്യൂ കണ്ടുപിടിക്കുക. സോ വി വിൽ ഗെറ്റ് 2 എന്നുള്ളത് കിട്ടി.
ഓക്കെ, സോ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നു, നമ്മളിവിടെ 2 മാർക്ക് ചെയ്യുന്നു. സോ ഇനി നമുക്ക് ഒന്ന് പഠിച്ചേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 25, ദാറ്റ് മീൻസ് 2വിനേക്കാളും കൂടുതലാവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ദാറ്റ് ഈസ് ഇസഡ് ഗ്രേറ്റർ ദാൻ 2 ആകാനുള്ള പ്രോബബിലിറ്റി എന്താണ്? സോ ടോട്ടൽ 0.5 ആണെന്നുള്ള അറിയാം നമുക്ക്. സോ 0.5ൽ നിന്ന് ഏത് കുറച്ചാൽ മതി? 2 വരെയുള്ള ടേബിൾ വാല്യൂ കുറച്ചാൽ മതി. ഓക്കെ, സോ 2വിൻ്റെ ടേബിൾ വാല്യൂ നമുക്ക് ആ ഏരിയ അണ്ടർ നോർമൽ കർവിൽ നോക്കുമ്പോൾ നമുക്ക് കിട്ടും 0.4772 എന്ന് കിട്ടും. സോ ടോട്ടൽ 0.5ൽ നിന്ന് ഏത് കുറച്ചാൽ മതി? 0.4772 കുറച്ചാൽ ഇസഡ് ഗ്രേറ്റർ ദാൻ 2 എന്നുള്ളതിൻ്റെ പ്രോബബിലിറ്റി നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇവിടെ പ്രപ്പോർഷൻ ചോദിച്ചത് കൊണ്ട് അത് ഏതുകൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി? 782 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് എക്സ്റ്റെൻറ്റ് ഓഫ് ദി ലാൻഡ് അണ്ടർ ദ ക്രോപ്പ് ക്യാൻ ഈൽഡ് ബിറ്റ്വീൻ 10 and 20 കിൻഡൽസ്. ദാറ്റ് മീൻസ് 10നും 20നും ഇടയ്ക്ക് കിട്ടാനുള്ളതാണ്. സോ അതിന് ആൻസർ ഇവിടെ ഞാൻ കാണിക്കുന്നില്ല, ജസ്റ്റ് ഇനി നിങ്ങൾക്ക് റീകളക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ, നേരത്തെ പ്രോബ്ലത്തിലൊക്കെ പോലെ. അതായത് എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 10 ലെസ് ദാൻ 20. ഓക്കെ, സോ 10ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇസഡ് വാല്യൂ കണ്ടുപിടിക്കുക, 20ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇസഡ് വാല്യൂ കണ്ടുപിടിക്കുക, രണ്ടും എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ? ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാൽ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ നമ്പർ ഓഫ് ഹെഡ്സ് ലൈസ് ഇൻ ദ റേഞ്ച് 185 ആൻഡ് 220 വെൻ എ ഫെയർ കോയിൻ ഈസ് ടോസ്ഡ് 400 ടൈംസ് എന്നുള്ളതാണ്. ഓക്കെ, സോ 400 തവണ നമ്മൾ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ്സ് 185നും 220നും ഇടയ്ക്ക് പ്രാവശ്യം ഹെഡ് വീഴാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇവിടെ നമുക്ക് പക്ഷേ എന്ത് തന്നിട്ടില്ല ക്വസ്റ്റ്യനിൽ, നമുക്ക് ഇൻ ബിറ്റ്വീൻ റേഞ്ച് തരുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇറ്റ്സ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കേസ് ആണ്. അതുമാത്രമല്ല n എന്ന് പറയുന്നത് വളരെ ലാർജ് ഒരു നമ്പറുമാണ്. ഓക്കെ, സോ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് നമുക്ക് എഴുതാം. n എത്രയാണ്? 400 ആണ്. ഓക്കെ, n നമുക്ക് 400 ആണെന്ന് പറഞ്ഞിട്ടുള്ളൂ റേഞ്ച്. സോ നമുക്ക് ഇസഡ് വാല്യൂ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഏതൊക്കെ വേണം? മ്യൂവും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേണം. ക്ലിയർ ആണോ? സോ ഇവിടെ നമുക്ക് ഫോർമുല നമ്മൾ നേരത്തെ ബൈനോമിയലായാലും ഇതിലായാലും പോസോണിലായാലും ഒക്കെ പറഞ്ഞ സെയിം ഫോർമുല തന്നെയാണ്. മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല n ഇൻറ്റു പി. ഓക്കെ, n ഇൻറ്റു പി. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല റൂട്ട് ഓഫ് എൻ പി ക്യു. വേരിയൻസ് ആണെങ്കിൽ എൻ പി ക്യു, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയതുകൊണ്ട് റൂട്ട് ഓഫ് എൻ പി ക്യു എന്നുള്ളതാണ്. ഓക്കെ, സോ മ്യൂ കണ്ടുപിടിക്കാൻ പിയും ക്യൂവും നമുക്കറിയാം. കോയിൻ്റെ കേസിലായതുകൊണ്ട് ബൈനോമിയൽ പറഞ്ഞപ്പോഴേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോബബിലിറ്റി ഓഫ് സക്സസ്സും അതുപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് ഫെയിലുവറും എന്ത് തന്നെയാണ്? 1/2 ഈച്ച് തന്നെയാണ്. അതിന് വേറെ ഒരു നമുക്ക് കൺഫ്യൂഷൻ്റെയും കാര്യം വരുന്നില്ല. സോ പിയും ക്യൂവും നമുക്കറിയാം. സോ മ്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല n ഇൻറ്റു പി, 400 ഇൻറ്റു 1/2, ദാറ്റ് മീൻസ് വി വിൽ ഗെറ്റ് 200. ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് ഓഫ് എൻ പി ക്യൂ നമുക്ക് ചെയ്യുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10 കിട്ടും. സോ മ്യൂവും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഉണ്ട് എന്നുണ്ടെങ്കിൽ വി ക്യാൻ സോൾവ് ചെയ്യാൻ പറ്റും, നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സോൾവ് ചെയ്യാൻ പറ്റും. സോ എഗെയിൻ 185നും 220ക്കും ഇടയ്ക്ക് വരാനുള്ള പ്രോബബിലിറ്റിയാണ്. സോ 185ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇസഡ് വാല്യൂ കണ്ടുപിടിക്കുക, 220ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇസഡ് വാല്യൂ കണ്ടുപിടിക്കുക ചെയ്യുക എന്നുള്ളതാണ്. ഫിഗർ വരയ്ക്കുക, അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏരിയ അണ്ടർ നോർമൽ കർവ് എന്ന് പറയുന്നത്. സോ അതിന് 0 മുതൽ 2 വരെ ആഡ് ചെയ്യുക, 0 മുതൽ -1.5 വരെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ അതിൽ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോബബിലിറ്റി കിട്ടും. ഓക്കെ.